ശുഭപ്രതീക്ഷകളോടെ 2026 ലോകം വരവേറ്റിരിക്കുകയാണ്. ലോകത്തെ വിസ്മയിപ്പിക്കും വിധമാണ് കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനങ്ങളോടെ, ലോക റെക്കോർഡ് പ്രകടനങ്ങളോടെയാണ് UAE അക്ഷരാർത്ഥത്തിൽ 2026 ഏറ്റവും സ്മാർട്ടായി വരവേറ്റതെന്ന് പറയാം. നിരവധി ലോക റെക്കോർഡുകളാണ് ഇന്നലെ ഫയർ വർക്സുമായി ബന്ധപ്പെട്ട് UAE ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് പിറന്നു വീണത്. 62 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഫയർ വർക്സും ലേസർ ഷോയും ഡ്രോൺ ഷോയും ഒക്കെയാണ് അബുദാബി ജെക്സൈറ്റ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് അരങ്ങേറിയത്. ഒരുപാട് ആളുകളാണ് അത് കണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെയൊക്കെ അത് പങ്കുവെക്കുന്നത്. റാസൽ ഖൈമ അൽ മർജാൻ ഐലൻഡിൽ ഇത്തവണയും ലോക റെക്കോർഡ് പിറക്കുന്ന പ്രകടനം നടന്നു. 6 കിലോമീറ്റർ നീളത്തിലാണ് ഫയർ വർക്സ് അരങ്ങേറിയത്. ആയിരങ്ങളാണ് ഫയർ വർക്സ് കാണാൻ എത്തിയത്. ദുബായിയുടെ കാര്യം പറയേണ്ടതില്ല. ദുബായ് ബുർജ് ഖലീഫയിലും ദുബായ് ഫ്രെയിമിലും എന്ന് വേണ്ട 40 കേന്ദ്രങ്ങളിലായി 48 ഇടങ്ങളിലാണ് ദുബായിൽ ഇന്നലെ ഫയർ വർക്സും കാര്യങ്ങളും നടന്നത്. ബുർജ് ഖലീഫയിലേതടക്കം ഫയർ വർക്ക് സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വൈറലാണ്. പതിനായിരക്കണക്കിന് ആളുകളാണ് എല്ലാ ദുഃഖങ്ങളും മറന്ന് ബുർജ് ഖലീഫയിലേതടക്കം ആഘോഷ രാവിൽ പങ്കെടുത്തത്. സന്തോഷത്തോടെയാണ്, പ്രതീക്ഷകളോടെയാണ്, ഏറെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് എല്ലാവരും പുതുവർഷത്തെ വരവേൽക്കുന്നത്. എല്ലാ സ്വപ്നങ്ങളും പൂവണിയുന്ന, എല്ലാ സന്തോഷങ്ങളും നൽകുന്ന ഒരു നല്ല പുതുവർഷമാകട്ടെ എല്ലാവർക്കും എന്ന ആശംസയോടുകൂടി നമുക്കിന്ന് തികച്ചും ലോക്കൽ ആരംഭിക്കാം. UAE ആദ്യം തന്നെ ഒരു ട്രാഫിക് ഇളവിന്റെ കാര്യം പറയാം. അബുദാബിയിൽ ലിവ അന്താരാഷ്ട്ര ഫെസ്റ്റിവൽ നടക്കുകയാണെന്ന് അറിയാലോ. അപ്പൊ അതിനോടനുബന്ധിച്ച് ട്രാഫിക് പിഴകളിൽ ഇളവുമായി അബുദാബി പോലീസ് വരുന്നുണ്ട്. യോഗ്യരായിട്ടുള്ള ഡ്രൈവർമാർക്ക് ഈ ഇളവ് പ്രയോജനപ്പെടുത്തി ഡ്രൈവിംഗ് ലൈസൻസുകൾ തിരികെ ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ ബ്ലാക്ക് പോയിന്റുകളിൽ കുറവ് വരുത്തുന്നതിനോ സാധിക്കും എന്നുള്ളതാണ്. ഡിസംബർ 31 വൈകിട്ട് 4 മുതൽ 2026 ജനുവരി 2 വരെയാണ് ഈ ഒരു സൗകര്യം ഉള്ളത്. അൽദഫ്രയിൽ നടക്കുന്ന ലിവ അന്താരാഷ്ട്ര ഫെസ്റ്റിവൽ വേദിയിൽ അബുദാബി സിവിൽ ഡിഫൻസ് അതോറിറ്റി നടത്തുന്ന ക്യാമ്പിലാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്യാമ്പിൽ എത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചറിയുകയും ചെയ്യാം. നിരവധി സർക്കാർ സേവനങ്ങൾ ഒരൊറ്റ ആപ്പിലൂടെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ അജ്മാൻ നഗരസഭ കൊണ്ടുവരുന്ന പുതിയ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. അജ്മാൻ 1 എന്നാണ് ഇതിന്റെ പേര്. നഗരസഭയുമായി ബന്ധപ്പെട്ട 40-ലധികം സ്മാർട്ട് സേവനങ്ങളാണ് ഈ ആപ്പിലൂടെ ലഭ്യമാക്കുന്നതെന്ന് അധികൃതർ പറയുന്നുണ്ട്. അജ്മാൻ നഗരസഭ സ്മാർട്ട് സേവനങ്ങൾ MPDA ആപ്ലിക്കേഷനിൽ നിന്നാണ് അജ്മാൻ 1 ആപ്ലിക്കേഷനിലേക്ക് മാറ്റുന്നത്. പുതിയ ആപ്ലിക്കേഷൻ, അതായത് അജ്മാൻ 1 ആപ്പ് എല്ലാ പ്ലാറ്റ്ഫോമിലും ലഭ്യമാണ്. സർക്കാർ സേവനങ്ങൾ എളുപ്പത്തിലും വേഗത്തിലും ലഭ്യമാക്കാൻ ആപ്പ് എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്യാവുന്നതാണെന്നും അധികൃതർ പറയുന്നുണ്ട്. ഇതുവരെ MPDA ആപ്പാണ് ഉപയോഗിച്ചിരുന്നത്. അത് ഡിസംബർ 31 നിർത്തലാവുകയും ചെയ്തിട്ടുണ്ട്. 2014 ഇങ്ങനെ ഒരു ആപ്പ് തുടങ്ങിയിരുന്നത്. എന്തായാലും പുതിയ ആപ്പ് വഴി നിങ്ങൾക്ക് എല്ലാവിധ സേവനങ്ങളും ഉപയോഗിക്കാവുന്നതാണ്. UAE പള്ളികളിൽ നാളെ മുതലാണ് 2026 ജനുവരി 2 മുതലാണ് ജുമാ സമയം മാറുന്നത്, വെള്ളിയാഴ്ച പ്രാർത്ഥനാ സമയം മാറുന്നത്. പുതിയ നിയമം അനുസരിച്ച് ജനുവരി 2 മുതൽ UAE എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച പ്രഭാഷണവും പ്രാർത്ഥനയും ഉച്ചയ്ക്ക് 12:45 ആരംഭിക്കും. നിലവിൽ ഷാർജ ഒഴികെയുള്ള എല്ലാ എമിറേറ്റുകളിലും വെള്ളിയാഴ്ച പ്രാർത്ഥന നടന്നിരുന്നത് ഉച്ചയ്ക്ക് 1:15 പുതിയ പ്രാർത്ഥനാ സമയം വരുന്നതോടെ UAE സ്കൂളുകളും അതുപോലെ തന്നെ ഓഫീസുകളും അവരുടെ വെള്ളിയാഴ്ച ദിനചര്യകളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. സ്കൂളുകളുമായി ബന്ധപ്പെട്ട സമയക്രമം നേരത്തെ അറിയിച്ചിരുന്നു. രാവിലെ 11:30 വരെ മാത്രമേ വെള്ളിയാഴ്ചകളിൽ സ്കൂളുകൾ പ്രവർത്തിക്കാവൂ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ദുബായിൽ നൽകിയിട്ടുണ്ട്. ജനറൽ അതോറിറ്റി ഫോർ ഇസ്ലാമിക് അഫയേഴ്സ്, എൻഡോമെന്റ് ആൻഡ് സക്കാത്താണ് സുപ്രധാനമായ ഈ മാറ്റം പ്രഖ്യാപിച്ചിരുന്നത്. അത് നാളെ മുതലാണ്, 2026 ജനുവരി 2 മുതലാണ് UAE നടപ്പാകാൻ പോകുന്നത്.